ഹലോ ഗായ്സ്, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടന്ന ഓഗസ്റ്റ് 2-ാം തീയതി വെള്ളിയാഴ്ച സർ പ്രേമദാസ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കൊളംബോയിൽ വെച്ച് നടന്ന മാച്ചിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ സ്ക്വാഡ് നമുക്ക് നോക്കാം. രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ, കോഹ്ലി, അയ്യർ, കെ.എൽ. രാഹുൽ, വാഷിംഗ്ടൺ സുന്ദർ, ദൂബെ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ഹർഷദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്. സൂര്യകുമാർ യാദവ് ഇല്ല, ഹാർദിക് പാണ്ഡ്യ ഇല്ല. അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ വൺ ഡേ ടീം ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ അതിന് പകരമായിട്ട് വാഷിംഗ്ടൺ സുന്ദർ ഇടം പിടിച്ചിട്ടുണ്ട്. ശ്രേയസ് അയ്യറും കെ.എൽ. രാഹുലും എല്ലാം ബാക്ക് ടു ദ സ്ക്വാഡാണ്. വളരെ പ്രിറ്റി ഗുഡ് ടീമാണ്. പിന്നെ ശ്രീലങ്കൻ പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ പതൻ നിസാങ്ക, ഫെർണാണ്ടോ, കുശൽ മെൻഡീസ്, സമര വിക്രമ, അസലങ്ക, ലിയനാഗെ, പിന്നെ ഹസരംഗ, പിന്നെ വെലലങ്കെ, അഖില ധനഞ്ജയ, അസിത ഫെർണാണ്ടോ, മുഹമ്മദ് സിറാസ്. അദ്ദേഹം ഡെബ്യൂട്ടൻ്റാണ്, ഫാസ്റ്റ് ബോളറാണ്. ഇറ്റ്സ് ആൾസോ എ പ്രിറ്റി ഗുഡ് ടീം, യുനോ. അസലങ്കയാണ് ക്യാപ്റ്റൻ, വിക്കറ്റ് കീപ്പർ കുശാൽ മെൻഡീസ് ആൻഡ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. വളരെ നല്ലൊരു ടീം തന്നെയാണ്. ശ്രീലങ്കൻ കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ അവരുടെയും വൺ ഡേ ടീം നല്ല ടീമാണ്. T20 നമ്മൾ ജയിച്ചിരുന്നു 3-0. ആദ്യമേ തന്നെ ടോസ് കിട്ടിയ ശ്രീലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പിച്ച് ബോളേഴ്സിനെ പിന്തുണയ്ക്കും എന്നൊരു ഇതുണ്ടായിരുന്നു. അത് വെച്ചായിട്ടാവണം സെക്കൻഡ് ഇന്നിങ്സിന് ചേസിങ് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാകണം അസലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഓപ്പണിംഗ് തന്നെ ആദ്യമേ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തി ഹർഷദീപ് സിംഗും അതേപോലെ തന്നെ സിറാജും നമുക്ക് നല്ല ബ്രേക്ക് ത്രൂ നൽകി. 8 ഓവറിൽ 28 റൺസാണ് ഇവർ രണ്ടുപേരും വിട്ടു നൽകിയത്. നല്ലൊരു ഓപ്പണിംഗ് സ്മെല്ലായിരുന്നു 2 ഫാസ്റ്റ് ബോളറും കൂടി നമുക്ക് കാഴ്ചവെച്ചത്. പിന്നെ 13-ാം ഓവറിൽ കുശാൽ മെൻഡിസിനെ LBWയിൽ കുരുക്കി ശിവം ദൂബയും സെലക്ടേഴ്സിന് നല്ലൊരു സൂചന നൽകിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പിന്നേഴ്സിനെ പിന്തുണയ്ക്കുന്ന പിച്ചായതുകൊണ്ട് അക്ഷർ പട്ടേൽ നന്നായി പന്തെറിഞ്ഞു. ആൻഡ് ഹീ ഗോട്ട് ഹിസ് റിവാർഡ് ഇൻ ഹിസ് 19th ഓവർ, ഇന്ത്യസ് 19th ഓവർ. സമര വിക്രമ സ്ലിപ്പിൽ ഷോർട്ട് കവറിൽ ക്യാച്ച് നൽകി 60 റൺസിൽ 3 സ്കോർ ബോർഡ് 60 റൺസിൽ 3 വിക്കറ്റ്. പിന്നെ 24-ാം ഓവറിൽ ശ്രീലങ്കൻ ക്യാപ്റ്റൻ അസലങ്കയെ സ്ലിപ്പിന് ക്യാച്ചിൽ കുരുക്കി ഇന്ത്യൻ പ്രൈം സ്പിന്നർ കുൽദീപ് യാദവ്. സ്കോർ ബോർഡ് ആവട്ടെ 91-4. നിസാങ്ക 50 അടിച്ചിരുന്നു. നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു, കാം ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ ഇത് അധികം നേരം നീണ്ടു നിന്നില്ല. 27-ാം ഓവറിൽ സുന്ദർ നിസാങ്കയെ LBWയിൽ പുറത്താക്കി. സ്കോർ ബോർഡ് 101-5. പിന്നെ 32-ാം ഓവറിൽ പാർട്ട് ടൈം ബോളറായ ഗില്ലിന് ഓവർ കൊടുത്തു. അത് കുറച്ച് 14 ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓവറായിരുന്നു. പിന്നെ 35-ാമത്തെ ഓവറിൽ ലിയനാഗയെ പുറത്താക്കി അക്ഷർ പട്ടേൽ നല്ലൊരു ബ്രേക്ക് ത്രൂ നൽകി. പിന്നെ എടുത്തു പറയേണ്ടത് ദുനിത് വെലലങ്കയുടെ ഇന്നിങ്സാണ്. അടിപൊളി ഇന്നിങ്സ് ആയിരുന്നു കേട്ടോ. എല്ലാ ബാറ്റ്സ്മാൻമാരും പതറുന്ന പിച്ചിൽ നോട്ട് ഔട്ടായി നിന്നുകൊണ്ട് നല്ലൊരു ഇന്നിങ്സാണ് പിന്നെ വെലലങ്ക. അതേപോലെ ഹസരംഗയും കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 40 ഓവറിൽ 165-ന് 6 ആയിരുന്നു സ്കോർ. പിന്നെ 178-ൽ നിൽക്കുമ്പോൾ ഹസരംഗ ഔട്ടായി. ഹർഷദീപിന് കിട്ടിയ വിക്കറ്റ്. പിന്നീട് വെലലങ്ക 50 അടിച്ചു. മുൻനിര ബാറ്റ്സ്മാൻമാരെ തകർന്നപ്പോൾ ഡീസൻറ്റ് ടോട്ടൽ സെറ്റ് ചെയ്യാനായിട്ട് എക്സലൻ്റ് ഇന്നിങ്സാണ് വെലലങ്ക കളിച്ചത്. പിന്നെ 17 റൺസ് എടുത്ത് അഖില ധനഞ്ജയും പുള്ളിക്ക് നല്ല സപ്പോർട്ട് ചെയ്തു. പിന്നെ വെലലങ്കെ ഔട്ടാവാതെ നിന്നു എന്ന് മാത്രമല്ല നല്ലൊരു ഫിനിഷിങ് ടച്ചും കൊടുത്തു. അങ്ങനെ ടോട്ടൽ 230 റൺസിന് 8 വിക്കറ്റ് എന്ന രീതിയിലാണ്. ആ സ്കോർ ഇന്ത്യക്ക് അത്യാവശ്യം ചലഞ്ചിങ് തന്നെ ആണ് ഈ പിച്ചിൽ എന്ന് വേണം പറയാൻ. ബോളേഴ്സിനെ പിന്തുണയ്ക്കുന്ന പിച്ചാണ്. നല്ലൊരു തുടക്കം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല പാർട്ണർഷിപ്പുകൾ വന്നില്ലെങ്കിൽ ഈ സ്കോറും ടഫ് തന്നെയാണ് എന്ന് വേണം പറയാം. എന്നാലും ഇന്ത്യയുടെ പ്രൈം ബാറ്റിംഗ് നിരയ്ക്ക് മുന്നിൽ ഇതൊന്നും ഒരു സ്കോറും അല്ല. കോഹ്ലി തിരിച്ചു വന്നിട്ടുണ്ട്, രോഹിത് ശർമ്മ ഈസ് ഇൻ ഫോം, ഗില്ലുണ്ട്, ശ്രേയസ് അയ്യറുണ്ട്, കെ.എൽ. രാഹുൽ ഈസ് ബാക്ക്. നല്ല ബാറ്റിംഗ് നിര തന്നെയാണ് ഇന്ത്യക്കുള്ളത്. പിന്നെ നമ്മൾ ബോളിംഗ് നോക്കുകയാണെങ്കിൽ അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ഹർഷദീപ് സിംഗ് 3 പേരും 2 പേര് 2 വിക്കറ്റ് വെച്ചിട്ടുണ്ട്. കുൽദീപ് യാദവിന് 1 വിക്കറ്റ്. പിന്നെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ രോഹിത് ശർമ്മ ഫസ്റ്റ് ഓവറിൻ്റെ സെക്കൻഡ് ബാളിൽ തന്നെ 6 കൊണ്ടാണ് തുടങ്ങിയത്. രോഹിത് ശർമ്മ ഈസ് ഇൻ എ വെരി ഗുഡ് ഫോം.
ശ്രീലങ്കയ്ക്കെതിരായി 264 ഇന്നിങ്സൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഇന്നിങ്സ് തുടങ്ങിയത്. ഏത് ബാറ്റ്സ്മാൻമാർ സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞാലും രോഹിത് ശർമ്മയ്ക്ക് അതൊന്നും ഒരു പുത്തരിയല്ല എന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു. ഗില്ലും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു. T20 വേഗത്തിലായിരുന്നു ഇന്നിങ്സ് പൊയ്ക്കൊണ്ടിരുന്നത്. ഏകദേശം 6 ഓവറിൽ 56 അങ്ങനെ എന്തൊക്കെയോ. നല്ല അടിപൊളി ഇന്നിങ്സ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സൂപ്പർ ഡ്യൂപ്പർ ഇന്നിങ്സ് ആയിരുന്നു രോഹിത് ശർമ്മയുടേത്. ഇന്ത്യ ജയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ 30-35 ഓവറിൽ തന്നെ ഇന്ത്യക്ക് സുഖമായിട്ട് ജയിക്കാം എന്ന അവസ്ഥ, എന്ന ഒരു ഫൗണ്ടേഷനാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത്. അതനുസരിച്ച് തന്നെ ഗിൽ ആൾസോ വാസ് ഇൻ ഗുഡ് ഫോം. ദ സെയിം പാർട്ട്ണർഷിപ്പ് ദേ ഹാവ് ഗിവൺ വാസ് വെരി എക്സലൻറ്റ് ഇൻ ദ ഓപ്പണിംഗ്. പിന്നീട് പിച്ചിൻ്റെ സ്വഭാവം മാറി എന്ന് വേണം പറയാം. അല്ലെങ്കിൽ സ്പിന്നർമാരെ കൂടുതൽ പിന്തുണയ്ക്കുന്ന പിച്ചിൽ സ്പിന്നർമാർ വന്നതോടുകൂടി ആ ബാറ്റിങ്ങിൻ്റെ റിതം പോയി. ആ ഒരു റൺ ഫ്ലോയും അവസാനിച്ചു. അതേപോലെ തന്നെ കുറച്ചും കൂടി സ്ലോ ആവാൻ തുടങ്ങി സ്പിന്നേഴ്സ് വന്നപ്പോൾ. ഒരു 8 ഓവർ 9 ഓവർ 10 ഓവർക്ക് ആയപ്പോഴത്തേക്കും സ്പിന്നേഴ്സ് വന്നിട്ട് കളി തിരിച്ചു പിടിച്ചു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കളിയുടെ ആ ഫ്ലോ റണ്ണൊഴുക്ക് നിയന്ത്രിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ വെലലാഗെ, ബാറ്റിംഗ് ഹീറോ തന്നെ വെലലാഗെ വന്നിട്ട് നല്ല ടഫ് ബോളിംഗ് ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ രോഹിത് ശർമ്മ 50 നേടിയിരുന്നു, 56ാമത്തെ 50. അടിപൊളി ഇന്നിങ്സ് തന്നെയായിരുന്നു. പക്ഷേ വെലലാഗയ്ക്ക് വിക്കറ്റ് നൽകി. ഗില്ലും രോഹിത് ശർമ്മയും അടുത്തടുത്തായി തന്നെ മടങ്ങി. അത് ഇന്ത്യക്ക് നല്ലൊരു പ്രഹാരമായിരുന്നു. ശ്രീലങ്ക കളിയിലേക്ക് തിരിച്ചു വന്നു എന്ന് വേണം പറയാൻ. പിന്നെ ബാറ്റിങ്ങിന് വന്നത് വിരാട് കോഹ്ലി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പയ്യെ ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 4ാം വിക്കറ്റിൽ നമ്മൾ വാഷിങ്ടൺ സുന്ദറിനെ കാണാൻ പറ്റി. വാഷിങ്ടൺ സുന്ദറിനെ ഒരു എന്താ പറയുക, പരീക്ഷണം എന്നതുപോലെ ഇറക്കി വിടുകയാണ് ഉണ്ടാവുക. അത് പരീക്ഷണം വിജയിച്ചില്ല എന്ന് വേണം പറയാൻ. വാഷിങ്ടൺ സുന്ദറും LBWക്ക് ഔട്ടായി തിരിച്ചു കയറി പോവുകയായിരുന്നു 3 വിക്കറ്റ്. പിന്നെ വന്നത് ശ്രേയസ് അയ്യർ ആയിരുന്നു. ശ്രേയസ് അയ്യറും വിരാട് കോഹ്ലിയും കൂടെ ചേർന്ന് ഇന്നിങ്സ് പെട്ടെന്നുള്ള വിക്കറ്റ് പോക്കിൽ നിന്നും തടഞ്ഞു. പയ്യെ റൺ റേറ്റ് ഉയർത്തിക്കൊണ്ട് വരികയായിരുന്നു. സിംഗിൾസ് ടൂസൊക്കെ ഇട്ടിട്ട് കുറച്ച് ബാൾ ഡിഫൻഡൊക്കെ ചെയ്തിട്ട് പയ്യെ ഇന്നിങ്സ് കെട്ടിപ്പടുക്കുന്ന രീതിയായിരുന്നു വിരാട് കോഹ്ലിയെ. നമുക്കറിയാമല്ലോ കോഹ്ലിയുടെ ശൈലി അത് തന്നെയാണ് വൺ ഡേയ്സിൽ. അതേപോലെ തന്നെ ശ്രേയസ് അയ്യറും അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യാതെ തന്നെ കളിച്ചു എന്നാണ് പറയാം. ഈ ഒരു പിച്ചിൽ സ്പിന്നേഴ്സാണ് കൂടുതലും. ഹസരംഗ, വെലലാഗെ, അസലങ്ക, പിന്നെ അഖില ധനഞ്ജയ, 4 സ്പിന്നേഴ്സും മാറി എറിഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ വലിയ സ്കോർ ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം ഡിഫെൻഡ് ചെയ്ത് തന്നെയാണ് 2 ബാറ്റ്സ്മാൻമാരും കളിച്ചുകൊണ്ടുവന്നത്. കോഹ്ലി വാസ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് ഫോം. കോഹ്ലിയുടെ ഫ്രീ ഫ്ലോ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയാം. എന്നാലും റൺസ് വരാതിരുന്നത് നമ്മളെ കഷ്ടത്തിലാക്കി. പിന്നെ അതേപോലെ തന്നെ കോഹ്ലിയും ശ്രേയസ് അയ്യരും അടുത്തടുത്ത് മടങ്ങി. ഫാസ്റ്റ് ബോളറിനാണ് ബൗൾഡ് തെറിച്ച് വിക്കറ്റായി ശ്രേയസ് അയ്യർ. അതേപോലെ തന്നെ വിരാട് കോഹ്ലിയും വിക്കറ്റായി. പിന്നെ വന്നത് അക്ഷർ പട്ടേലും KL രാഹുലും. ഒരു രക്ഷാദൗത്യമായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കുള്ളത്, അക്ഷർ പട്ടേൽ ആൻഡ് KL രാഹുൽ. ഫസ്റ്റ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് നേടുത്തുന്നത് പോലൊരു പാർട്ട്ണർഷിപ്പാണ് ഇവർ രണ്ടിൽ നിന്നും പ്രതീക്ഷിച്ചത്. അക്ഷർ പട്ടേൽ ഹി പ്ലേഡ് ഗുഡ്, ഹി പ്ലേഡ് ഹിസ് പാർട്ട് എന്ന് വേണം പറയാം. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. KL രാഹുൽ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ തോന്നിയിരുന്നു. പക്ഷേ എന്നിരുന്നാലും പിച്ചിൻ്റെ കണ്ടീഷൻ മോശമായി, സമയം കഴിയുന്തോറും മോശമായി വന്നുകൊണ്ടിരുന്നു. പിന്നീട് ചരിത് അസലങ്കയ്ക്ക് 3 വിക്കറ്റ്. അതേപോലെ തന്നെ വെലലാഗെ. ബോളേഴ്സിൻ്റെ കാര്യം ഫാർ ബെറ്റർ ആയിരുന്നു ശ്രീലങ്കൻ സ്പിന്നേഴ്സ് എന്ന് വേണം പറയാം. പിന്നെ അതേപോലെ തന്നെ KL രാഹുലിൻ്റെയും അക്ഷർ പട്ടേലിൻ്റെയും വിക്കറ്റ് തുടരെ നമുക്ക് പോവുകയുണ്ടായി. അതോടുകൂടി ഇന്ത്യ പരുങ്ങല്ലായി എന്ന് വേണം പറയാൻ. പിന്നെ വന്നത് ശിവം ദുബെ ആയിരുന്നു. ശിവം ദുബെ ഒരു ഫിനിഷർ റോളിലാണ് കളിച്ചത്. ശിവം ദുബെയും അക്ഷർ പട്ടേലും പിന്നെ ഹസരംഗ ആൾസോ വെരി ഗുഡ് ബോളിംഗ്. ശിവം ദുബെ വന്നു, പിന്നെ കുൽദീപ് യാദവ് വന്നു ലാസ്റ്റ്.
അക്ഷർ പട്ടേൽ വിക്കറ്റിന് ശേഷം കുൽദീപ് യാദവ് ഹീ ഡിഡിൻ ഡു ദാറ്റ് മച്ച്. ഒരു 2 റൺസ് 3 റൺസൊക്കെ കുൽദീപ് യാദവിൻ്റെ കയ്യിൽ നിന്ന് വന്നുള്ളൂ. പിന്നെ സിറാജ് വന്നു. അപ്പോഴേക്കും കളി അടുപ്പിച്ചുകൊണ്ടിരുന്നു ശിവം ദുബെ കളി ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവസാനം ബൗണ്ടറീസ് വായിച്ചു. 18 റൺസോ അത്രയൊക്കെ വേണ്ടപ്പോഴത്തേക്കും ബൗണ്ടറീസ് വായിച്ചു. സ്കോർ നല്ല രീതിയിൽ അടുപ്പിച്ചു. ഇനി ജയിക്കാൻ എന്താ വേണ്ടത്? ഇനിയാണ് കഥയിൽ ട്വിസ്റ്റ്. വെല്ലലങ്കയ്ക്കും കിട്ടി 2 വിക്കറ്റ്. അങ്ങനെ 8 വിക്കറ്റൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് സിറാജ് ഓൺ ക്രീസ് ആൻഡ് നമ്മുടെ ശിവം ദുബെ ഓൺ ക്രീസ്. 15 ബാളിൽ 1 റൺസ് മതി എന്ന സാഹചര്യത്തിൽ 15 ബാളിൽ 1 റൺസ്, 2 വിക്കറ്റ് ഇൻ ഹാൻഡ്, 2 വിക്കറ്റ് ഇൻ ഹാൻഡ്സ് ഫോർ ഇന്ത്യ. Here comes the twist. Shivam Dube got leg before wicket, LBW. That was a very well twist, you know. ശ്രീലങ്കൻ സ്പിന്നേഴ്സിന് വേണ്ടി ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെല്ലാം കവാത്ത് മറന്നു. ശിവം ദുബെ പടിക്കൽ കലമടച്ചു എന്ന് വേണം പറയാം. ലാസ്റ്റ് ബാളിൽ ശിവം ദുബെ ഔട്ട് ആൻഡ് ദ വെരി നെക്സ്റ്റ് ബാൾ അർഷദീപ് സിംഗ് ആൾസോ ഔട്ട്. Arshdeep Singh came and he just slog his bat like he's gonna finish his game. He's in a hurry, you know. He's like finisher Singh. He is not MS. He is only Arshdeep. And the match tied. മാച്ച് സമനിലയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വൺ ഡേ ഒക്കെ സമനിലയാവുന്ന കാര്യം ആലോചിക്കാൻ കൂടി വയ്യ. അല്ലെങ്കിൽ ചരിത്രത്തിൽ എത്ര കളി ഇതുപോലെ വിരലിലെണ്ണാവുന്ന കളികൾ മാത്രമേ ഇതുപോലെ ടൈ ആയിട്ടുണ്ടാവൂ. ഇന്ത്യ ജയിക്കേണ്ട കളി കൊണ്ട് സമനിലയാക്കി എന്ന് വേണം പറയാം. രോഹിത് ശർമ്മയുടെ ആ ഓപ്പണിങ്ങിലെ ആ ഒരു എക്സ്പ്ലോസീവ് ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഈ സ്കോറിന് അടുത്തെങ്ങും എത്തില്ലായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ ഫിനിഷ് ചെയ്യാതെ ശിവം ദുബെ മടങ്ങുകയും അർഷദീപിൻ്റെ ഒരു പക്ഷേ സിംഗിളിന് വേണ്ടി കളിച്ചില്ലെങ്കിലും വിക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ബാഡ് ലക്ക് എന്ന് പറയാം അർഷദീപ്. ഹീസ് നോട്ട് എ ബാറ്റ്സ്മാൻ. വി കാണ്ട് എക്സ്പെക്റ്റ് extra from him. And look, Hasaranga is happy and Shivam Dube is got out. Scoreboard 230 8 runs 50 ഓവറിൽ ശ്രീലങ്ക. ഇന്ത്യ 47 ഓവർ 5 ബാളിൽ 230 ആൾ ഔട്ട്. വൺ ഡേ ആയതുകൊണ്ട് അത് പിന്നെ ബൈലാറ്ററൽ സീരീസ് ആയതുകൊണ്ടാവാം സൂപ്പർ ഓവർ ഇല്ലായിരുന്നു. ഒരുപക്ഷെ സീരീസിലെ 3 വൺ ഡേ മാച്ചുള്ളത് അത് ഫൈനലിലായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ 1-1 ഡ്രോ ആയി. എന്നിട്ട് ഫൈനലായിരുന്നു ഒരുപക്ഷെ സൂപ്പർ ഓവർ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ജയിക്കേണ്ട കളി ഇന്ത്യ സമനിലയായി എന്ന് വേണം പറയാൻ. ശ്രീലങ്കത്ത് 3 കളി T20 തോറ്റിട്ട് വന്നിരിക്കുന്ന ശ്രീലങ്കയ്ക്ക് ഇത് ജയത്തെക്കാളും മധുരമായ ഒരു സമനിലയായി എന്ന് വേണം പറയാൻ. കളി തോറ്റ് കയ്യിൽ നിന്ന് പോയ കളി അവർ തിരിച്ചു പിടിച്ചു. 2 വിക്കറ്റ് അടുപ്പിച്ചെടുത്തിട്ട് കളി തിരിച്ചു പിടിച്ചു. ഇന്ത്യൻ ടീം ഷേക്ക് ഹാൻഡ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഇന്ത്യൻ ടീമിൻ്റെ എക്സ്പ്രഷൻസ് കണ്ടാൽ അതറിയാം തീർച്ചയായും. ക്യാപ്റ്റന്മാർ നിർവികാരാധീരായി ഒരു വികാരമില്ലാതെ എന്നാണെങ്കിൽ പറയാം. ഒരു വികാരമില്ലാതെ ഷേക്ക് ഹാൻഡ് കൊടുത്ത് മടങ്ങി എന്ന് വേണം പറയാൻ. പക്ഷെ വളരെ നല്ലൊരു ഗെയിമായിരുന്നു, വളരെ നല്ലൊരു ക്രിക്കറ്റ് മാച്ചായിരുന്നു. ട്വിസ്റ്റുകളുണ്ടായിരുന്നു, ടേൺ ഓവേഴ്സുകളുണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതിലെ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ദുനീത് വെലലഗയാണ്. ലുക്ക് അറ്റ് ഹിസ് മാൻ. പുള്ളി ഇന്നിങ്സ് കെട്ടിപ്പടുത്തു, പുള്ളി ഇന്നിങ്സ് ഫിനിഷ് ചെയ്തു, ബോളിങ്ങിൽ വന്നിട്ട് ബ്രേക്ക് ത്രൂ നൽകി, ഡിഫെൻഡ് ചെയ്തു, എക്കണോമിയായിട്ട് ബോൾ ചെയ്തു. വാട്ട് ആൻ ഇന്നിങ്സ്. Look at this final scorecard. Sri Lanka 230 for 8. Dunit Velalage 67. Pathum Nisanga also got 56 from 75 balls. Akshar Patel 2 wickets. Arshdeep Singh also 2 wickets. And Rohit Sharma 58. Akshar Patel 33. Akshar Patel's ഓൾറൗണ്ട് മികവ് എടുത്തു പറഞ്ഞേ പറ്റൂ. എസ്പെഷ്യലി ജഡേജയൊക്കെ T20 നിന്ന് വിരമിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അക്ഷർ പട്ടേൽ ഒരു സ്ഥിര സാന്നിധ്യമാകും ഇന്ത്യൻ ടീമിൽ
എന്ന് വേണം പറയാം. ഓക്കെ ബൈ, ഇത്രയേ ഉള്ളൂ. ലെറ്റ് സീ ഇൻ അനദർ വീഡിയോ.